ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ആസാമിൽ ഒരു മാർക്കറ്റിലോട്ടാണ്. അപ്പോൾ കൃഷിയുടെ ഭാഗമായിട്ടാണ് കൂടെ ആസാമിൽ വന്നത്. ഒരു സൺഡേ ആയതുകൊണ്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു, പുറത്തൊന്ന് കറങ്ങാൻ. അപ്പോൾ ഇവിടെ ആസാമിൽ മെയിനായിട്ടൊരു മാർക്കറ്റ് ഉണ്ട്. തമൽപൂറിലുള്ളൊരു മാർക്കറ്റാണ്. തമൽപൂർ എന്ന് പറയുന്നത് ഒരു ജില്ലയാണ്, ആസാമിലൊരു ജില്ലയാണ് തമൽപൂർ. അപ്പോൾ ആ മാർക്കറ്റിൽ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് മാർക്കറ്റ്, ആസാമിലെ മാർക്കറ്റ് എങ്ങനെയാണ് ഒന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി നമുക്ക് പോവാം. ഇതാണ് മെയിനായിട്ട് ഉള്ളിലോട്ട് കയറുന്ന വഴി. ഈ കയറുന്ന വഴിയിൽ തന്നെ രണ്ട് സൈഡും ആൾക്കാർ അവരവരുടെ കച്ചവട സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇതിവിടെ എല്ലാ ദിവസവും ഇല്ല. ഈ മാർക്കറ്റിൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം സൺഡേ മാത്രമാണ് മെയിനായിട്ട് ഈ മാർക്കറ്റ് തുറക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ ഓപ്പൺ ആവുന്നത് കൊണ്ട് തന്നെ നല്ല തിരക്കുള്ള സ്ഥലവും കൂടിയാണ് ഈ മാർക്കറ്റ്. ഇവിടുത്തെ മെയിൻ സ്പെഷ്യാലിറ്റി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും കിട്ടും. ഈ ഇലക്ട്രോണിക് സാധനങ്ങളൊഴികെ ബാക്കി ഓൾമോസ്റ്റ് വീട്ടിൽ വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. നമുക്ക് ആ മാർക്കറ്റ് കാണുമ്പോൾ തന്നെ അറിയാം എങ്ങനെയാണ് എന്നുള്ളത്. റേറ്റിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ എത്രയോ ബെറ്ററാണ് ഇവിടെ റേറ്റും കാര്യങ്ങളൊക്കെ. മെയിനായിട്ട് ഈ മാർക്കറ്റിൽ എല്ലാവരും ആശ്രയിക്കാൻ തന്നെ കാരണം നല്ല ഫ്രഷ് സാധനം കിട്ടും. ആഴ്ചയിൽ ഒരു ദിവസം ഓപ്പൺ ആവുന്നതുകൊണ്ടും അതുമല്ല റേറ്റും നല്ല വ്യത്യാസമുണ്ട്. ഇവർ ഈ ഇരിക്കുന്ന സ്ഥലമില്ല, ഇത് പഞ്ചായത്തിൻ്റെ കീഴിലാണ് കേട്ടോ ഇവിടുത്തെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഞ്ചായത്തിൽ കരമടച്ച് നമ്മൾ സാധനം വിൽക്കുന്ന പോലെ ഇവർ ഒരു ദിവസത്തിന് ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് വിൽക്കണം എന്നുണ്ടെങ്കിൽ പഞ്ചായത്തിന് എന്തോ തുച്ഛമായിട്ടൊരു പൈസ കൊടുക്കണം. അത് വിരിക്കാൻ ആൾ വരും, പഞ്ചായത്തിൽ നിന്ന് ആൾ വരും, അവർക്ക് കൊടുത്ത് നമ്മൾ സാധനങ്ങൾ ഇവിടെ ഇരുന്ന് വിൽക്കുക. അപ്പോൾ അത് പഞ്ചായത്തിനൊരു വരുമാനമാണ്, ഇവർക്കൊരു വരുമാനമാണ്. കാരണം സ്ഥലം അങ്ങനെയാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ വൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ കാണുമ്പോൾ തന്നെ അത് വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. കാരണം ഇത്തിരി മഴയുള്ള ടൈം എന്ന് പറയുമ്പോൾ ഇവിടെ മഴ തുടങ്ങി, ഓൾമോസ്റ്റ് മഴ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ മൺസൂൺ സീസൺ ഇവിടെ സ്റ്റാർട്ട് ആവുന്നതേ ഉള്ളൂ. അപ്പോൾ തലേദിവസം മഴയുണ്ടായിരുന്നു. അപ്പോൾ ശനിയാഴ്ച രാത്രി നല്ല മഴയായിരുന്നു. അതുകൊണ്ടാണ് രാവിലേക്ക് ഇവിടെ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ചളിയായി കിടക്കുന്നത്. പക്ഷെ എന്നിട്ടും അവരവിടെ ഇരുന്ന് വിൽക്കുകയാണ് സാധനങ്ങളൊക്കെ. കാരണം അവർ പറഞ്ഞല്ലോ, ഈ ആസാം എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും കുറച്ച് ബാക്ക്വേർഡുള്ള ആൾക്കാരാണ്, നല്ല ബാക്ക്വേർഡുള്ള ആൾക്കാരാണ്. അവർക്ക് എന്താണ് ഏതാണെന്ന് ഇപ്പോഴും അറിയില്ല. അവർക്ക് അന്നന്ന് കിട്ടുന്ന സാധനങ്ങൾ വിൽക്കുക, അതും കൊണ്ട് ജീവിക്കുക എന്നുള്ള രീതിയിലുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതൽ പേര്. കണ്ടില്ലേ, ഇവിടെ എല്ലാവരും ഓരോരോ സെക്ഷനായിട്ടാണ് ഇവർ സാധനങ്ങൾ വിൽക്കുന്നത്. ഫസ്റ്റ് എല്ലാം വന്ന വഴിക്ക് നമ്മൾ ആ ചെരുപ്പും കാര്യങ്ങളെല്ലാം കണ്ടു. അതിനുശേഷം നമ്മൾ മെല്ലെ ഇതായി പച്ചക്കറിയിലോട്ട് കിടക്കാം. കണ്ടല്ലോ, ഒരു സൈഡിൽ നിന്ന് മാറി വേറെ സൈഡിലോട്ട് വരുമ്പോൾ ഒരു ലൈൻ ഫുള്ള് പച്ചക്കറികളും അങ്ങനെ അതിനായിട്ടുള്ള ഐറ്റംസാണ്. അതിനുശേഷം നമ്മൾ വേറൊരു സൈഡിലോട്ട് പോകുമ്പോൾ അവിടെ ഫുള്ള് നോൺ വെജ് ഐറ്റംസാണ്. എന്ന് പറയുമ്പോൾ മീൻ, ചിക്കൻ അങ്ങനെ പറയുന്ന ഐറ്റംസ് വേറെ എല്ലാം വേറെ സൈഡിലുണ്ട്. അതല്ലാതെ ഇനി വല്ല ഇരുമ്പ് ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വേറെ സൈഡ്. അങ്ങനെ മൊത്തത്തിൽ എന്താ പറയുക, ഇതിനുള്ളിൽ കിട്ടാത്ത സാധനങ്ങൾ വളരെ ചുരുക്കമാണ്. ഞാൻ പറഞ്ഞില്ല, ഇലക്ട്രോണിക് സാധനം അല്ലാതെ ബാക്കി കിട്ടാത്ത സാധനങ്ങൾ വളരെ ചുരുക്കമാണ്. ഫ്രൂട്ട്സ് ഉണ്ട്, ഡ്രസ്സുകളുണ്ട്, അങ്ങനെ എല്ലാം ഓരോരോ സെക്ഷനായി കിട്ടും എന്നുള്ളതാണ്. ഇത് കണ്ടില്ല, ഇങ്ങനത്തെ ഇത് ഇവിടുത്തെ ഒരു ഫ്രൂട്ടാണ്. ഈ സീസണിൽ മാത്രം ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണിത്. പിന്നെ ഇവിടുത്തെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ ഈ മാർക്കറ്റിൽ നമുക്ക് സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരില്ലേ, ഇവരെന്നല്ല മൊത്തത്തിൽ ഞാനിവിടെ കണ്ടൊരു കാര്യമാണ്. കാരണം ആർക്കും കള്ളത്തരം കാണിക്കുന്നത് വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിച്ചു, അതിലിപ്പോൾ കേടാണെങ്കിൽ അവർ കേടാന്ന് പറയും, അല്ലെങ്കിൽ ഇത് വേണ്ട, ഇത് വാങ്ങണ്ട, വേറെ വാങ്ങും എന്ന് പറയും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു കിലോ നല്ല ഫ്രഷ് സാധനം വേണമെന്നുണ്ടെങ്കിൽ കൂടി അവരത് നോക്കിയെടുത്ത് തരും. ആ ഒരു ടെൻഷൻ വേണ്ട നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ. കാരണം അത്രയും നല്ല ആൾക്കാരാണ്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം നല്ല ആൾക്കാർ തന്നെയാണ്. പിന്നെ ഇവിടെ നിന്ന് ഇതിലിരിക്കുന്ന പകുതി പ്ലാസ്റ്റിക് ഐറ്റംസ് ഇതെല്ലാം അല്ലേ, ഇതെല്ലാം കുറച്ചൊക്കെ നമ്മൾ ഭൂട്ടാനിൽ നിന്നും വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് അടുത്താണ് ഭൂട്ടാൻ. ഏകദേശം ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ട്രാവൽ ചെയ്യേണ്ടതാണ്. ഞാൻ പോയിട്ടില്ല ഇതുവരെ, പക്ഷെ എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. ഇവിടെ നമുക്ക് പോവാം, ഭൂട്ടാൻ ബോർഡർ ക്രോസ് ചെയ്ത് നമുക്ക് പോവാം. ഓവറോ ഉള്ളിലോട്ട് പോകാൻ പാടില്ലെങ്കിൽ കൂടി നമുക്ക് ജസ്റ്റ് ബോർഡർ ഏരിയയിലോട്ട് നമുക്ക് പോവാം. അതിൻ്റെ അലോഡ് നമ്മൾ 2 ഗവൺമെൻറ്റും പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ഒരുപാട് പേര് ഇങ്ങോട്ട് വരാറുണ്ട്, ഇവിടെ നിന്ന് ഒരു പേര് അങ്ങോട്ട് പോകാറുണ്ട്. അങ്ങനെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലോട്ട് വന്നു. അങ്ങനെ ഒരു സൈഡ് അവർ ഫുള്ള് ഫ്രൂട്ട്സ് വെച്ച്, പിന്നെ ഇപ്പുറത്ത് നമ്മൾ കണ്ടില്ല നല്ല ഡ്രസ്സുകളുണ്ട് വാങ്ങാൻ പറ്റുന്നത്. റേറ്റും കുറവാണ് കേട്ടോ. കാരണം ഇവിടുത്തെ ആൾക്കാർ ഇടുന്ന രീതിയിലുള്ള ഡ്രസ്സുകളാണ്.
നമ്മൾക്കത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, പക്ഷെ എന്നാൽ കൂടിയും കുഴപ്പമില്ല, നമുക്കത് കാണാൻ നല്ല ഡ്രസ്സുള്ളതാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഡ്രസ്സുകളുടെ ഷോപ്പുകളാണ്. കാരണം ഓരോരോ സെക്ഷനായി തിരിച്ചിരിക്കുകയാണ്. ഈ ഡ്രസ്സുകളെല്ലാം ഫുള്ളൊന്ന് കറക്റ്റ് റോഡ് സൈഡാണ് എന്ന് പറയുമ്പോൾ മെയിൻ റോഡിൻ്റെ സൈഡായിട്ടാണ് വെച്ചിരിക്കുന്നത്. കാരണം ഇത് കാണുമ്പോൾ കളർഫുള്ളല്ലേ, കാണാൻ അട്രാക്ഷൻ തോന്നിയിട്ട് ഇങ്ങനെ ആൾക്കാരെ കയറി മാർക്കറ്റ് ഫുള്ള് കറങ്ങാനുള്ളൊരു ടെൻഡൻസി കൊടുക്കുകയാണ്. ഞാൻ ഈ മോർണിംഗ് ടൈമിൽ വന്നിട്ടുണ്ടോ, കുറച്ച് തിരക്ക് കുറവ്. ശരിക്കും ഇവിടെ തിരക്ക് വരുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ രാവിലത്തെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയം ഒരു 10 മണി 11 മണി തൊട്ടിട്ട് വൈകുന്നേരം വരെ നല്ല തിരക്കാണ് ഇവിടെ. റോഡൊക്കെ ബ്ലോക്ക് ആവാറുണ്ട്. എന്നീ മാർക്കറ്റ് ഓപ്പൺ ആവുന്നു അന്ന് ഇവിടെ ട്രാഫിക് ജാം വരുന്ന സമയത്ത് ട്രാഫിക് പോലീസെല്ലാം വരാറുണ്ട്. എപ്പോഴും ഇവിടെ 2-3 പേരിൻ്റെ ഡ്യൂട്ടിയൊക്കെ ഇട്ട് അവർ ട്രാഫിക് നിയന്ത്രിക്കാറൊക്കെ ഉണ്ട്. കാണുന്നതെല്ലാം ഹൈ ക്വാളിറ്റി ഡ്രസ്സുകൾ എന്നല്ല, പക്ഷെ എന്നാൽ കൂടി നമുക്ക് ഇവിടുത്തെ ആൾക്കാർക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ യൂസ് ആൻഡ് ത്രൂ ഡ്രസ്സുകളൊക്കെ കിട്ടുന്നില്ലേ, അങ്ങനെ ടൈപ്പ് നമുക്ക് ഇടാം, 2 മാസം ഉപയോഗിക്കാം, പിന്നെ കളയാം. റേറ്റും കുറവാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഡ്രസ്സ് വാങ്ങുകയും ചെയ്യും, ഡെയിലി ഓരോരോ ഡ്രസ്സൊക്കെ നമുക്ക് പുറത്ത് പോവുകയും ചെയ്യും എന്നുള്ള മൈൻഡിന് വേണ്ടി ഉള്ള ഡ്രസ്സുകളാണ് ഫുള്ള്. എൻ്റെ ഇത് ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ് കേട്ടോ. ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, എന്നാൽ കൂടി ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ എടുത്ത് ക്യാമറ പിടിച്ച് പറഞ്ഞ് നടക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു ചമ്മൽ വരും. പക്ഷെ അത് നമ്മളിങ്ങനെ പറയുന്നത് നമ്മുടെ ലാംഗ്വേജ് വേറെയാണ് കേട്ടോ. ഇവരത് കേൾക്കുമ്പോൾ എനിക്ക് നല്ല ചമ്മലുണ്ടായിരുന്നു. കാരണം അവരത് കേൾക്കുമ്പോൾ അവരോട് എന്തോ ചോദിക്കുന്ന പോലെയൊക്കെ അവർക്ക് ഫീൽ ആവുന്നുണ്ടായിരുന്നു. ഞാനങ്ങനെ പകുതി 2-3 വീഡിയോസ് ഞാൻ അങ്ങനെ കട്ട് ചെയ്തു. പിന്നെ നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്, എല്ലാം നല്ല ഫ്രഷ് സാധനങ്ങളാണ്, റേറ്റും കുറവാണ്. കണ്ടില്ലേ? അപ്പം നമ്മളിപ്പോൾ അടുത്ത സെക്ഷനിലോട്ട് വന്നു. ഇവിടെ ഫുള്ള് 2 സൈഡും പച്ചക്കറിയാണ്, 2 സൈഡും. അപ്പോൾ ആൾക്കാർ ഇപ്പോൾ ഓൾമോസ്റ്റ് തിരക്ക് വന്നും തുടങ്ങി. പിന്നെ വന്നിട്ട് ഇവരുടെ ലാംഗ്വേജ് ഇല്ല. ആസാമിൽ നോർമലി ആസാമീസാണ് സംസാരിക്കേണ്ടത്, പക്ഷേ ഇതിപ്പോൾ ഭൂട്ടാൻ ബോർഡർ ആയതുകൊണ്ട് അവരുടെ ലാംഗ്വേജ് നമ്മൾ മിക്സാണ്. നമുക്കത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞതാണ്, അത് രണ്ടും മിക്സായി കലർന്നിട്ടൊരു സ്ലാങ്ങാണ് ഇവരുടെ. ഇവിടെ ഒരാൾ എന്തോ പറയുന്നുണ്ട്, ഏതൊരു നമ്മുടെ നാട്ടിൽ തൈലം വെക്കാൻ വരുന്ന പോലെയൊക്കെയാണ്. എന്തോ ഉണ്ട്, ബാംഗ്ലൂരിലെ ഏതൊരു മരുന്നാണ്, അവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന മരുന്നാണെന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെയൊക്കെ കൂട്ടത്തോടുകൂടി പിടിച്ചു നിർത്തിയിട്ട് എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. അപ്പം നോക്കാം. നല്ല രസമായിട്ട് അവരുടെ സൗണ്ടും ആ ഒരു ലാംഗ്വേജൊക്കെ കേൾക്കാൻ. ഇവിടെ ഒരാളിതെന്താ വെക്കാൻ വെച്ചിരിക്കുന്നു നോക്കി, നല്ല ഫ്രഷ് ലൈവായിട്ടുള്ള പുഴു. ഇതിൻ്റെ ഇപ്പം എന്തോ ഒരു പേര് പറഞ്ഞു, പക്ഷേ എനിക്കത് മറന്നു പോയിട്ടോ പറയാൻ. നല്ല ഫ്രഷായിട്ടുണ്ട്, ലൈവാണ്, ചത്തിട്ടില്ല, ജീവനോടുകൂടി ആൾ. ഇതിൻ്റെ ഒരു മെയിൻ ഭക്ഷണം കൂടിയാണ്. ഇത് കൂടുതലും കഴിക്കുന്നത് ഭൂട്ടാനിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ആൾക്കാർ ഇവിടെ കഴിക്കുന്ന കുറവാണ്, എന്നാൽ കൂടിയും ഇന്ത്യയിലെ ആൾക്കാരും കഴിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഫസ്റ്റ് പോലീസുകാരാന്ന് വിചാരിച്ചു ചങ്ങായി, പിന്നെ അത് വല്ല അത് മുമ്പിലൊന്നും പറയാണ്ടിരുന്നേ. അതേപോലെ ഇപ്പുറത്തെ സൈഡും ഒരു അമ്മച്ചിരുന്ന നല്ല ലൈവ് പുഴു അടുത്തത് നമുക്ക് കാണാം. അതിലിങ്ങനെ ഇളകുന്നതൊക്കെ നമുക്ക് കറക്റ്റായി കാണാം. എങ്ങനത്തെ ടേസ്റ്റ് അതൊരു കഴിച്ച് നോക്കിയിട്ടില്ല, നമുക്ക് നോക്കണം. അത് കഴിഞ്ഞ് നേരെ തപ്പം നമ്മൾ ഇനിയിപ്പോൾ നോൺ വെജ് സെക്ഷനിലോട്ടോ. എന്ന് പറയുമ്പോൾ മീൻ നല്ല ലൈവ് മീനാണ്, ചത്തതും ചാവാത്തതും എല്ലാം ഉണ്ട് കേട്ടോ. ഈ കടൽ മത്സ്യങ്ങൾ ഫുള്ള് വരുന്നത് ഇവിടെ ബംഗാൾ സൈഡിൽ നിന്നാണ് കേട്ടോ. വെസ്റ്റ് ബംഗാൾ സൈഡ്, കൊൽക്കത്ത സൈഡിൽ നിന്നാണ് കടൽ മത്സ്യങ്ങൾ ഫുള്ളും വരുന്നത്. പിന്നെ വീട്ടിൽ വളർത്തുന്നതും ഉണ്ട്, അത് വേറെയാണ്. ലൈവായിട്ടുള്ളതും ഉണ്ട്, ചാവാത്തതും ഉണ്ട്. ഇതെല്ലാം കടലിൽ വരുന്ന മത്സ്യങ്ങളാണ്. പിന്നെ എല്ലാ വീട്ടിലും, ആസാമിൽ ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും ഇല്ലേ ഒരു കുളം ഉണ്ടാവും കേട്ടോ. അവർക്ക് വേണ്ട മീനും വളർത്തി കഴിക്കുക, ഫ്രഷ് മീൻ കഴിക്കുന്ന രീതിയിലുള്ള കുളമൊക്കെ ഉണ്ടാവും. ഇത് നമ്മുടെ നാട്ടിൽ എന്താ പേര് എന്ന് പറയുന്നത് എനിക്കറിയില്ല. മനഞ്ഞൽ, പാമ്പ് മീൻ എന്നൊക്കെ പറയും, അങ്ങനത്തെ ടൈപ്പാണ്. ജീവൻ കേട്ടോ, ലൈവാണ്. ഇതെല്ലാം ജീവനുണ്ട്, ഇതെല്ലാം ഇട്ട് വെച്ചിരിക്കുന്ന എല്ലാം ജീവനുള്ളതാണ്. ഇതുണ്ട് പെടയുന്നതൊക്കെ നമുക്ക് കാണുന്നുണ്ട്. എല്ലാം നല്ല ജീവനുള്ള സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ജീവനുള്ള കോഴിയും കിട്ടും, അല്ലാതെ ജീവനില്ലാതെ കിലോ കണക്കായിട്ടും കിട്ടും. പിന്നെ നല്ല അടിപൊളി നെറ്റ്, മീൻ മാത്രമല്ല മീൻ പിടിക്കുന്ന നെറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ കിട്ടും. പല സൈസിൽ പല തരത്തിൽ. ഞാൻ എന്താ പറഞ്ഞ പോലെ അപ്പോൾ ഇരുമ്പ് സെക്ഷനിലൊക്കെ കത്തി അങ്ങനെ പറഞ്ഞ വേറെന്നോ കത്തി, പിച്ചാത്തി എന്ന് പറയുന്ന എല്ലാ സെറ്റപ്പ് സാധനങ്ങളും എല്ലാം കിട്ടും. ഓൾമോസ്റ്റ് പറയും നമുക്ക് എല്ലാം കിട്ടുന്നൊരു ഇത് തന്നെയാണ്. നല്ല റേറ്റും കുറവാണ്. ഞാനങ്ങനെ കറങ്ങി തിരിഞ്ഞ് മൊത്തം എല്ലാവരുടെയും ഒന്ന് റൗണ്ട് അടിച്ച് കറങ്ങി തിരിഞ്ഞ് നമ്മൾ എവിടെയാണോ എൻട്രി ആയത് ആ സ്ഥലത്ത് തന്നെ ഞാൻ തിരിച്ച് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പുറത്ത് റോഡ് സൈഡിൽ എന്താണെന്ന് നമുക്ക് നോക്കാം.
ഇതാ ഇത് കൂടെ നമ്മൾ കയറിപ്പോയത്. സൈഡിൽ വെച്ചിരിക്കുന്ന നല്ല ഗാർഡനും ഒത്തിരി നനച്ചുകൊണ്ടിരിക്കുകയാണ്. ചെടി വേണ്ടവർക്ക് ചെടി വാങ്ങാം. എല്ലാ തരത്തിലുള്ള ചെടികളും കണ്ടോ കാണുന്നുണ്ട്. ഈ ചെടിയും അങ്ങനെ എല്ലാ ദിവസമൊന്നുമില്ല കേട്ടോ, ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ വരുന്നുള്ളൂ. അത് അപ്പുറത്തൊരാൾ അതേപോലെ സെയിം വേറൊരു ടീമാണ് ചെടി വെച്ചിട്ട് അവർ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഓവർ ഡീപ്പായിട്ട് വിവരിക്കാണ്ടിരുന്ന വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ടൈമില്ല, തിരിച്ച് യൂണിറ്റിൽ പോകണം, വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ കാണിക്കാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഇതെല്ലാം കാണിച്ചത്. അടുത്ത തവണ എന്തായാലും ഞാൻ നല്ല ഡീപ്പായിട്ട് നമുക്ക് പറഞ്ഞു തരാം കേട്ടോ. ഇതേപോലത്തെ ഒരുപാട് വണ്ടികളുണ്ട്. ഇതേപോലത്തെ ഇങ്ങനെ ഒരുപാട് വണ്ടികളിൽ നമ്മുടെ നാട്ടിൽ പോകുന്ന പോലെ ബസ്സിൽ പോകുന്ന പൈസ അത്രയേ ഉള്ളൂ. എന്താ പറയുക, നാട്ടിലിപ്പോൾ നമ്മൾ പാലക്കാട് അല്ലെങ്കിൽ നമ്മളൊരു 10 കിലോമീറ്റർ പോകുന്നുണ്ടെങ്കിൽ ബസ്സിൽ കൊടുക്കുന്ന എത്രയാണോ ക്യാഷ് അത് നമ്മൾ ഈ വണ്ടിയെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പോവാം. ആസാമെന്ന് വെച്ചാൽ ഇപ്പോഴും ബാക്ക്വേർഡിൽ കിടക്കുന്നൊരു സംസ്ഥാനമാണ്. അവർക്ക് എന്താ ഏതാ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഓരോരുത്തർ വരുമ്പോഴും ചോദിക്കും വരണോ കൊണ്ടുപോകാനൊക്കെ. ഈ സൈക്കിൾ പോകുന്നില്ലേ, മീൻ വിൽക്കാൻ പോവാണ്. ലൈവ് മീനാണ് തരുന്നത്. ആ സൈക്കിൾ പോകുന്നത് കണ്ടില്ലേ, ലൈവ് മീനാണ് തരുന്നത്. ചാവാണ്ട് നമുക്ക് വീട്ടിൽ കൊണ്ടു തരും. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെയും ഗ്യാസിൻ്റെ ഭയങ്കര പ്രശ്നമുണ്ട് കേട്ടോ. കാരണം ഞായറാഴ്ച കൂടിയാണ്, അതുകൊണ്ട് തന്നെ വന്ന് വരി നിന്ന് ഗ്യാസ് കൊണ്ടുപോകാനുള്ള പ്ലാനിലാണ്. നമ്മുടെ നാട്ടിൽ പെയ്യുന്ന പോലെ മഴ ഇവിടെയുണ്ട്, പക്ഷേ അത്രയ്ക്കില്ല. ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം പെയ്താൽ പെയ്തു, പക്ഷേ പെയ്യുന്ന സമയത്ത് നന്നായി പെയ്യും. ഇതൊരു പാലമാണ്, അത്യാവശ്യം വെള്ളമുണ്ട്. അസാമിലെ ക്ലൈമറ്റ് നമ്മുടെ നാട്ടിൽ അനുസരിച്ചിട്ട് അതേപോലെ തന്നെയാണ്, പക്ഷേ മഴ തുടങ്ങിയിട്ടില്ല. നമ്മുടെ നാട്ടിൽ മഴ തുടങ്ങി. ക്ലൈമറ്റ് ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഇപ്പോഴും വെയിലില്ല, ഒരു ഇരുണ്ട കാലാവസ്ഥയാണ്. ഇറങ്ങി തിരിഞ്ഞാൽ നല്ല വിശപ്പ്. ഏകദേശം ഇപ്പോൾ ടൈം വന്നിട്ട് 12:30 മണിയാവാറായി. അപ്പോൾ എന്തായാലും എല്ലാം കഴിച്ചേക്കാം. നമ്മുടെ അടുത്തൊരു ഹോട്ടലുണ്ടെന്ന് പറഞ്ഞ് ഒരുത്തൻ്റെ ചോദിച്ചപ്പോൾ അപ്പോൾ ആ ഹോട്ടലിലൊന്ന് പോയി നമ്മുടെ സൗത്തിൽ ഫുഡൊക്കെ കിട്ടുന്നൊക്കെ പറയുന്നു, പോയി നോക്കാം. ഫുഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ വലിയ ചേഞ്ച്മെൻ്റ് ഒന്നും ഇവിടെ ഇല്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന റൈസ് വ്യത്യാസമുണ്ടോ, അരിയുടെ വലിപ്പത്തിലും കാര്യത്തിലൊക്കെ വ്യത്യാസമുണ്ടോ, അല്ലാതെ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. എന്തായാലും നമുക്ക് ഹോട്ടലിൽ പോയി നോക്കാം എങ്ങനെയുണ്ട് എന്ന്, അപ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അതാണ് തമൽപൂരിലെ മെയിൻ സിറ്റി. ഈ റോഡ് പോകുന്നത് നമുക്ക് അരുണാചൽ ആ സൈഡിലോട്ട് പോകുന്ന റോഡാണിത്. ഇവിടെ തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗുവാഹട്ടി എത്താം. ഗുവാഹട്ടി പോകുന്ന റോഡാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് നാട്ടിലോട്ട് വരണമെങ്കിൽ ഗുവാഹട്ടി പോകണം. ഗുവാഹട്ടിയിൽ നിന്ന് വേണം കയറാൻ. ഈ ബസ് പോകുന്നത് ഗുവാഹട്ടിക്കാണ്. ഇവിടെ നാളെ കയറ്റാൻ നിർത്താണ്. തമൽപൂരിലെ ഇവിടെ നല്ലൊരു ഡ്രസ്സ് കിട്ടുന്നൊരു ഷോപ്പാണത്. എംബസാർ എന്ന് പറയും. നമ്മുടെ നാട്ടിലുണ്ടോയെന്ന് അറിയത്തില്ല, ഉണ്ടാവും, നമ്മുടെ നാട്ടിലുണ്ടാവും. അപ്പോൾ നല്ല ചീപ്പ് റേറ്റിൽ നല്ല അടിപൊളി ക്വാളിറ്റി ഡ്രസ്സുകൾ കിട്ടുന്നൊരു ഷോപ്പ് തന്നെയാണിത്. അടുത്ത തവണ വരുമ്പോൾ ഞാൻ എന്തായാലും ഇതിനുള്ളിൽ കയറി നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇപ്പോൾ ടൈമില്ല, ഇപ്പോൾ പോട്ടെ. ഇതാണ് മെയിൻ തമൽപൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലെ മാർക്കറ്റ്. അത്ര വലിയ ഇതൊന്നുമല്ല, ടൗണൊന്നുമല്ല, എന്നാലും ഏകദേശം കുഴപ്പമില്ലാതാണ്. നമ്മൾ പറഞ്ഞ ലൊക്കേഷൻ വരുന്ന ഹോട്ടലിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇവിടെ തന്നെയാണ്. ഇതേ കാണുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ അവസാനം ഹോട്ടലെത്തി. കണ്ടിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ഹോട്ടൽ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ ആസാമിലിങ്ങനെ വളരെ ചുരുക്കമാണ് ഹോട്ടൽ. മെനു കാർഡ് കിട്ടി, നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. ഞാനൊരു ദോശയാട്ടോ ഓർഡർ ചെയ്തേ. ദോശ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല കേട്ടോ, നല്ല അടിപൊളി ദോശ. നമ്മുടെ നാട്ടിലെ ആ ഒരു സ്റ്റൈല് വന്നിട്ടുണ്ടല്ലേ ദോശയ്ക്ക്. ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അടിപൊളി അടിപൊളി ഫുഡാണ്, നല്ല ഫുഡ്. അത്യാവശ്യം നോർമലി നല്ലൊരു ടേസ്റ്റ്. സാമ്പാറൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റായിരുന്നു. നമ്മുടെ നാട്ടിൽ പണിയെടുക്കാൻ ഏതോ ഒരു ബംഗാളിയാണ്. ഒരു ചെറിയൊരു സിറ്റി എന്ന് തന്നെ പറയാം. കണ്ടില്ല, അധികം വലിയ തിരക്കൊന്നുമില്ല. ഇവിടെ നിന്ന് അടുത്താട്ടോ ഭൂട്ടാൻ. ഇവിടെ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ ബസ്സിൽ പോയാൽ മതി. ഒരു 20-25 കിലോമീറ്റർ ഉണ്ട് ഭൂട്ടാൻ ബോർഡറിലോട്ട് നമുക്ക് പോവാം. ഭൂട്ടാൻ ക്രോസ് ചെയ്യാം. ഏകദേശം ഒരു 10 കിലോമീറ്റർ നമുക്ക് ഭൂട്ടാൻ്റെ ഉള്ളിലോട്ട് പോവാം. ഇത് കൂടെ ഈ റോഡ് കൂടെ ധാരാളം ഭൂട്ടാൻ വണ്ടികൾ വരുന്നുണ്ട്. അവർക്കും ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം, നമുക്കും അങ്ങോട്ട് പോവാം.
10 കിലോമീറ്റർ കൂടുതൽ പോകാൻ പാടില്ല എന്നുള്ളൂ. നമുക്ക് ബോർഡർ പ്രദേശങ്ങളായതുകൊണ്ട് നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. ഒരുപാട് വണ്ടികൾ ഈ വഴി വരാറുണ്ട് ഭൂട്ടാൻ്റെ. പിന്നെ എന്തായാലും ഞാൻ ഒരു ഔട്ട് പാസ് കിട്ടുന്ന സമയത്ത് എനിക്ക് എന്തായാലും പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എന്തായാലും പോകണമെന്നുണ്ട്. എന്തായാലും അടുത്ത ആഴ്ച നോക്കട്ടെ, പറ്റിയാൽ ഭൂട്ടാനൊന്ന് പോയി കറങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. സമയമുണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞു ഇന്നത്തെ. ഇനി തിരിച്ച് ഞാൻ ക്യാമ്പിലോട്ട് പോവാണ്. ഇവിടുന്ന് ഏകദേശം 1.5 മണിക്കൂറോളം ഉണ്ട് ക്യാമ്പിലോട്ട് പോകാൻ. അപ്പോൾ എല്ലാവരും ഇനി അടുത്ത ആഴ്ച എവിടെയെങ്കിലും പുറത്ത് പോവുകയാണെങ്കിൽ വീഡിയോ എടുത്ത്